ഹായ് ഡിയേഴ്സ്, നമ്മുടെ കേരള യൂണിവേഴ്സിറ്റിയുടെ സ്പോർട്ട് കോട്ടുമായി ബന്ധപ്പെട്ട റാങ്ക് ലിസ്റ്റ് പബ്ലിഷ് ചെയ്തിട്ടുണ്ട്. അപ്പോൾ അതുമായി ബന്ധപ്പെട്ട അഡ്മിഷൻ പ്രോസസ്സ് എങ്ങനെയാണെന്ന് നമ്മളിവിടെ ഈ വീഡിയോ ചർച്ച ചെയ്യുന്നത്. അപ്പോൾ നിങ്ങൾ ശ്രദ്ധിക്കേണ്ട കുറച്ച് കാര്യങ്ങളാണ് ഇവിടെ പങ്കുവയ്ക്കുന്നത്. ഓക്കെ, അപ്പോൾ നിങ്ങൾ എങ്ങനെയാണ് അതിൻ്റെ റാങ്ക് ലിസ്റ്റ് ചെക്ക് ചെയ്യാമെന്ന് നോക്കാം. അതിനായി നിങ്ങളുടെ പ്രൊഫൈൽ ലോഗിൻ ചെയ്ത് സ്പോട്ട് കട്ട എന്ന് ടൈപ്പ് ചെയ്ത് റാങ്ക് ലിസ്റ്റ് ചെക്ക് ചെയ്യാവുന്നതാണ്. ഇതുമായി ബന്ധപ്പെട്ട അഡ്മിഷൻ നടക്കുന്നത് ജൂൺ 30 12 മണിക്ക് ആണ്. അപ്പോൾ നിങ്ങൾ അതായത് ഒറിജിനൽ സർട്ടിഫിക്കറ്റ് കൈ കരുതേണ്ടതാണ്. അതായത് നിങ്ങൾ യൂണിവേഴ്സിറ്റിയിൽ എങ്ങനെയാണോ സ്കാൻ ചെയ്ത് കയറ്റി അതേ സർട്ടിഫിക്കറ്റാണ് കൈ കരുതേണ്ടത്. മറ്റ് സർട്ടിഫിക്കറ്റുകൾ കോളേജിൽ പരിഗണിക്കുകയുമില്ല അഡ്മിഷൻ ടൈമിട്ട്. അപ്പോൾ നിങ്ങൾ ശ്രദ്ധിച്ചിരിക്കാം. പിന്നെ നിങ്ങൾക്ക് ഏത് കോഴ്സിലാണോ നിങ്ങൾ നൽകിയിട്ടുള്ളത് ആ കോഴ്സിലാണ് അഡ്മിഷൻ എടുക്കാൻ സാധിക്കുകയുള്ളൂ. പിന്നെ നിങ്ങൾക്ക് എല്ലാ കോളേജിലും ഒരേ ടൈമാണ് ഇതിൻ്റെ പ്രോസസ്സ് നടക്കുന്നത്. അപ്പോൾ നിങ്ങൾക്ക് ഒരു കോളേജിലാണ് പോകാൻ സാധിക്കുകയുള്ളൂ. അപ്പോൾ മറ്റു കോളേജിൽ നിങ്ങളുടെ പേരൻസ് ആരെങ്കിലും പോകുന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് നിങ്ങളുടെ സർട്ടിഫിക്കറ്റിനോടൊപ്പം നിങ്ങളുടെ ഓതറൈസേഷൻ ലെറ്റർ ആവശ്യമാണ്. അപ്പോൾ അതിനുശേഷം ആ പേരൻസ് പോകുന്ന കോളേജിൽ പ്രിൻസിപ്പൽ പറയും നിങ്ങൾ എപ്പോഴാണ് അത് ജോയിൻ ചെയ്യേണ്ടതെന്ന് പറയുന്നതായിരിക്കും. ഓക്കെ, പിന്നെ നിങ്ങൾ ശ്രദ്ധിക്കേണ്ട വേറൊരു കാര്യം എന്ന് പറയുന്നത്, നിങ്ങൾക്ക് വേറൊരു കോളേജിൽ കിട്ടിയിട്ടുണ്ട്, മെറിറ്റ് കോട്ടയിൽ കിട്ടിയിട്ടുണ്ട്. അപ്പോൾ അങ്ങനെയുള്ള വിദ്യാർത്ഥികൾക്കും ഇവിടെ സ്പോർട്ട് കോട്ടിൽ അഡ്മിഷൻ എടുക്കാൻ സാധിക്കും. പിന്നെ പറയാനുള്ളത്, നിങ്ങൾ എന്തായാലും സർട്ടിഫിക്കറ്റ് ഒറിജിനൽ തന്നെ കൊണ്ടുപോകാൻ ശ്രമിക്കുക. അതിലെന്തെങ്കിലും മാറ്റങ്ങളുണ്ടെങ്കിൽ അത് നിങ്ങളുടെ അഡ്മിഷൻ തന്നെ ബാധിക്കാൻ ചാൻസ് ഉണ്ട്. ഓക്കെ, പിന്നെ ഇതിൻ്റെ സംശയം നിങ്ങൾക്ക് ചോദിക്കാവുന്നതാണ്. താങ്ക് യു ഫോർ വാച്ചിങ്.